നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയം. അമ്മ 30 വയസ്സുള്ള ശില്പ, മകൻ 5 വയസ്സുള്ള അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കുന്നംകുളം റിംഗ് റോഡ് വികസനം സാമൂഹ്യാഘാത പഠനത്തിന്റെ പൊതുവാദം കേൾക്കൽ പൂർത്തിയായി. ഗതാഗത കുരുക്കിന് പരിഹാരമാകാൻ 72 കോടിയുടെ പദ്ധതി. കുന്നംകുളം നഗരത്തിന്റെ പൈതൃക ആഘോഷമായ പിണ്ടിപ്പെരുന്നാളിന് വർണ്ണാഭമായ പരിസമാപ്തി. ആഘോഷങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ MJD സ്കൂൾ അങ്കണത്തിൽ ചവിട്ടുനാടകം അരങ്ങേറി. കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് ഠാക്കൂറും സംഘവും വേലൂരിൽ. കർഷക പുരസ്കാര ജേതാവ് ദിലീപ് കുമാറിന്റെ കൃഷിയിടം സന്ദർശിച്ചു. ഇത്തരം കൃഷി രീതികൾ ബീഹാറിലും സാർവത്രികമാക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് കേന്ദ്രമന്ത്രി. വാർത്തകൾ വിശദമായി. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയം. അമ്മ 30 വയസ്സുള്ള ശില്പ, മകൻ 5 വയസ്സുള്ള അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഭർത്താവിന്റെ വീട്ടിലാണ് ശില്പയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മോഹിത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കുഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു. തനിക്ക് പനിയായതുകൊണ്ട് മറ്റൊരു മുറിയിൽ മാറി കിടക്കുകയായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ മൊഴി. രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് തിരക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം റിംഗ് റോഡ് വികസനം സാമൂഹ്യാഘാത പഠനത്തിന്റെ പൊതുവാദം കേൾക്കൽ പൂർത്തിയായി. ഗതാഗത കുരുക്കിന് പരിഹാരമാകാൻ 72 കോടിയുടെ പദ്ധതി. കുന്നംകുളത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന റിംഗ് റോഡ് പദ്ധതിയുടെ നിർണായക ഘട്ടം പിന്നിട്ടു. പദ്ധതിയുടെ ഭാഗമായുള്ള സാമൂഹ്യാഘാത പഠനത്തിന്റെ പൊതുവാദം കേൾക്കൽ നഗരസഭാ ടൗൺഹാളിലാണ് നടന്നത്. നഗരഹൃദയത്തിലെ തിരക്ക് കുറയ്ക്കാൻ വിഭാവനം ചെയ്ത കിഫ്ബി പദ്ധതിയാണ് കുന്നംകുളം റിംഗ് റോഡ്. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെന്റർ ഫോർ ലാൻഡ് ആൻഡ് സോഷ്യൽ സ്റ്റഡീസ് നടത്തിയ സാമൂഹ്യാഘാത പഠനത്തിന്റെ കരട് റിപ്പോർട്ടിന്മേലായിരുന്നു പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയത്. തൃശൂർ കുറ്റിപ്പുറം ചാവക്കാട് വടക്കാഞ്ചേരി പാതകൾ സംഗമിക്കുന്ന കുന്നംകുളത്ത് ദീർഘദൂര വാഹനങ്ങളെ നഗരത്തിൽ പ്രവേശിപ്പിക്കാതെ തിരിച്ചുവിടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഏകദേശം 6.6 കിലോമീറ്റർ നീളത്തിലാണ് റിംഗ് റോഡ് നിർമ്മിക്കുന്നത്. ഇതിൽ 2.18 കിലോമീറ്റർ നീളത്തിൽ ഗ്രീൻ കോറിഡോർ സംവിധാനവും ഒരുക്കും. നടപ്പാതകൾ, ജോഗിംഗ് ട്രാക്ക്, മികച്ച അഴുക്കുചാൽ സംവിധാനം എന്നിവ ഇതിൻ്റെ ഭാഗമാകും. ഭൂമി ഏറ്റെടുക്കലിനും പുനരധിവാസത്തിനുമടക്കം ഏകദേശം 72 കോടി രൂപയാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പബ്ലിക് ഹിയറിംഗിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന അന്തിമ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുന്നതോടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കും. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ T സോമശേഖരൻ, മിനി മോൺസി, റോഷിദ് ഓടാട്ട്, PK ബിനീഷ്, ഉദ്യോഗസ്ഥർ, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടത്തി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ 9 മണിവരെ വീട്ടിലും പൊതുദർശനമുണ്ടായി. തുടർന്ന് 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളുടെ ആലങ്ങാട് ജുമാ മസ്ജിദിൽ സംസ്കാരം നടത്തി. ഇന്നലെ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ ആയിരങ്ങളാണ് പ്രിയ നേതാവിനെ കാണാൻ ഒഴുകിയെത്തിയത്. വ്യവസായ മന്ത്രി P രാജീവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളും അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ഇബ്രാഹിം കുഞ്ഞിനോടുള്ള ആദര സൂചകമായി മുസ്ലിം ലീഗ് 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി, മുനവർ അലി തങ്ങൾ തുടങ്ങിയവർ ആലുവയിലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ അന്ത്യം. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് ഠാക്കൂറും സംഘവും വേലൂരിൽ ദിലീപ് കുമാറിന്റെ കൃഷിയിടം സന്ദർശിച്ചു. പെരുമ്പുള്ളിപ്പാട്ട് ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ സ്ഥലത്ത് വേലൂർ തണ്ടിലം സ്വദേശി മച്ചിങ്ങൽ ദിലീപ് കുമാർ ഒരുക്കിയ കൃഷിയിടമാണ് സഹമന്ത്രിയും സംഘവും സന്ദർശിച്ചത്. അവാർഡ് ജേതാവായ ദിലീപ് കുമാർ വെള്ളരി, പപ്പായ, കയ്പ, നേന്ത്രവാഴ, നനക്കിഴങ്ങുകൾ, ചേന, പയർ, ഇഞ്ചി തുടങ്ങി വിവിധ തരം കൃഷികൾ നടത്തിയിരുന്നു.
സംഘത്തിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഹോർട്ടികൾച്ചറൽ കമ്മീഷണറുമായ ഡോക്ടർ പ്രസാദ് കുമാർ, ഗ്രീൻ ആർമി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് കിഷോർ തുടങ്ങിയവർ കേന്ദ്ര സഹമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ബീഹാറിലെ സമഷ്ടിപൂർ ജില്ലയിലെ കാർപൂരി ഗ്രാമത്തിലുള്ള രാംദാസ് താക്കൂർ കേരളത്തിലെ ദിലീപിന്റെ ഇഞ്ചി കൃഷി കണ്ടതിനു ശേഷം ഇത്തരം കൃഷികൾ ബീഹാറിലും സാർവത്രികമാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. ചാവക്കാട് പുന്ന LDF 5-6 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ AH അക്ബറിന് സ്വീകരണം നൽകി. പുന്ന സെന്ററിൽ നടന്ന സ്വീകരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. VV ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ AH അക്ബർ, വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, 17-ാം വാർഡ് കൗൺസിലർ P. യതീന്ദ്രദാസ് എന്നിവരെ MLA പൊന്നാട അണിയിച്ചു. ജംഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ KC സുനിൽ, ഷാജിദ ഹാഷർ, പൊതുപ്രവർത്തകൻ ഫിറോസ് P. തൈപ്പറമ്പിൽ, CPM ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിന്റെ പൈതൃക ആഘോഷമായ പിണ്ടി പെരുന്നാളിന് വർണ്ണാഭമായ പരിസമാപ്തി. ആഘോഷങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ MJD സ്കൂൾ അങ്കണത്തിൽ ചവിട്ടുനാടകം അരങ്ങേറി. കുന്നംകുളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്നതായിരുന്നു ഇത്തവണത്തെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷങ്ങൾ. പെരുന്നാളിന്റെ ഭാഗമായി MJD സ്കൂൾ അങ്കണത്തിൽ നടന്ന ചവിട്ടുനാടകം കാണികൾക്ക് നവ്യാനുഭവമായി. കുറുമ്പത്തുരുത്ത് നവകേരള ചവിട്ടുനാടക കലാസമിതിയാണ് വേദിയിൽ വിസ്മയം തീർത്തത്. ജനസമ്പന്നമായിരുന്നു വേദി. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവചരിത്രമാണ് 90 മിനിറ്റ് നീണ്ട പ്രകടനത്തിലൂടെ കലാകാരന്മാർ അവതരിപ്പിച്ചത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തെ മതപീഡനവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വവും ചുവടുകളിലൂടെയും അഭിനയത്തിലൂടെയും വേദിയിൽ പുനർജനിച്ചു. ഡൽഹി കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമായി 300-ലധികം വേദികളിൽ പ്രകടനം നടത്തിയ കലാസമിതിയാണിത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയാണ് പെരുന്നാൾ നടത്തിപ്പിനായി അനുവദിച്ചത്. കൂടാതെ നഗരത്തിലെ പ്രധാന 5 കേന്ദ്രങ്ങളിൽ കവാടങ്ങൾ സ്ഥാപിച്ചാണ് നഗരസഭ പെരുന്നാളിനെ വരവേറ്റത്. ചടങ്ങിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ്, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചർച്ച ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാരമ്പര്യവും സൗഹൃദവും പുതുക്കി ധനഹ പെരുന്നാളായ പിണ്ടി പെരുന്നാൾ ആഘോഷിച്ചു. വലിയ പിണ്ടിയിൽ കൂട്ടായ്മ ഭാരവാഹികൾ ചിരാതുകൾ കത്തിച്ച് പ്രകാശത്തിന്റെ പെരുന്നാളിന് തിരിതെളിയിച്ചു. പഴയകാല ഓർമ്മകൾ പുതുക്കിയും പുതുതലമുറയ്ക്ക് ആചാരങ്ങളുടെ പ്രസക്തി ബോധ്യപ്പെടുത്തിയും നടന്ന പരിപാടി സൗഹൃദത്തിന്റെയും സഹവാസത്തിന്റെയും ആഘോഷമായി മാറി. അങ്ങാടിയിലെ വീടുകളിൽ വിശ്വാസികൾ മെഴുകുതിരികളും ചിരാതുകളും കത്തിച്ചു. കൂട്ടായ്മ അംഗങ്ങളായ ജിസ്റ്റോ, ബ്രെറ്റ്ലി, എൽദോ, എബിൻ, എമിൽ എന്നിവർ നേതൃത്വം നൽകി. മന്ദലാംകുന്ന് ജുമാ മസ്ജിദിൽ പടിഞ്ഞാറ് ഭാഗത്ത് തീപിടുത്തം. കരുത്താക്ക ആലിയ അഹമ്മദ് ഉണ്ണിയുടെ പറമ്പിലും തേച്ചൻപുരയ്ക്കൽ ഷാജിയുടെ വീട്ടുപറമ്പിലുമാണ് തീ പടർന്നു പിടിച്ചത്. ഷാജിയുടെ പറമ്പിൽ വിറക് ആക്കുവാൻ വേണ്ടി മുറിച്ചിട്ടിരുന്ന മരത്തടികളും കത്തിനശിച്ചു. ഇവരുടെ പറമ്പിലെ തെങ്ങും കത്തിയിട്ടുണ്ട്. പരിസരവാസികളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ചാലിശ്ശേരിയിൽ നടക്കുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയിലെ സുസ്ഥിര തൃത്താല പവലിയനിൽ ഒരുക്കിയ തൃത്താലയുടെ വികസന മിനിയേച്ചർ ശ്രദ്ധേയമാകുന്നു. തവന്നൂർ കേളപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ചിത്രകലാധ്യാപകൻ ഗോപു പട്ടിത്തറയാണ് കലാസൃഷ്ടി ഒരുക്കിയത്. ഒരു കാലത്ത് ബ്ലാക്ക് ബോർഡിൽ വരയുടെ അക്ഷരമാല പഠിപ്പിച്ച കൈകൾ ഇന്നൊരു നിയോജക മണ്ഡലത്തിന്റെ 4.5 വർഷത്തെ വികസന കഥ മണ്ണിലും നിറങ്ങളിലും പകർത്തിയിരിക്കുകയാണ്. 24 അടി നീളവും 4 അടി വീതിയുമുള്ള ഈ ഭീമൻ മിനിയേച്ചർ ഒരാഴ്ചയ്ക്കുള്ളിൽ രാത്രിയും പകലും പരിശ്രമിച്ചാണ് പൂർത്തിയാക്കിയത്. തൃത്താലയിൽ ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ മിനിയേച്ചറാണ്. ചെറിയ ലാൻഡ്സ്കേപ്പും വെച്ച് മിനിയേച്ചറുകൾ സെറ്റ് ചെയ്യാൻ ചെയ്യുന്നത് സ്പെസിഫിക്സ് മാത്രം. പിന്നെ ഒരുപാട് തൃത്താലയിൽ നമ്മൾ വരുമ്പോൾ
തൃത്താല ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മിനിയേച്ചറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻലൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലുള്ള സ്കൂളുകൾ വയ്ക്കുന്നു. ഈ തൃത്താല ഗവൺമെൻറ് കോളേജിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസ് ഓൺ ടൂറിസത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു. കുറ്റിപ്പുറത്ത് കണക്ട് ചെയ്യുന്ന കാങ്കപ്പുഴ ബ്രിഡ്ജ് വലിയ വികസനത്തിന് നാഴികക്കല്ലാവുന്നു. ടൂറിസം രംഗത്ത് വലിയ പ്രതിസ്ഥാനത്തിന് വഴിവെക്കുന്നതുമായുള്ള വികസനം. ദേശീയ സരസ് മേളയുടെ സാംസ്കാരിക വേദിയിൽ സംഗീതത്തിന്റെ മാന്ത്രികത പെയ്തിറങ്ങി. മലപ്പുറം വെളിയങ്കോട് സ്വദേശിനി ഗംഗാ ശശിധരന്റെ ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷൻ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ശങ്കർ മഹാദേവന്റെ പ്രശസ്തമായ ഏകദന്തായ വക്രതുണ്ടായ എന്ന ഗണപതി സ്തുതിയോടെയായിരുന്നു കച്ചേരിയുടെ തുടക്കം. വയലിനിൽ ഈ കീർത്തനം വിരിഞ്ഞതോടെ തന്നെ സദസ്സ് കയ്യടികളാൽ നിറഞ്ഞു. തുടർന്ന് ശാസ്ത്രീയ സംഗീതത്തിലെ അതിമനോഹരമായ അലൈപ്പായുതേ കണ്ണ എന്ന കൃതിയുടെ ആവിഷ്കാരം കാണികളെ മറ്റൊരു അനുഭൂതി തലത്തിലേക്ക് എത്തിച്ചു. മലയാളം, ഹിന്ദി ഗാനങ്ങളും വയലിൻ തന്ത്രികളിൽ വിരിയിച്ചു. തവിലിൽ തൃപ്പൂണിത്തുറ ശ്രീകുമാറും കടത്തിൽ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനും ചേർന്നൊരുക്കിയ താളലയങ്ങൾ വയലിൻ നാദത്തിന് കരുത്തേകി. പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയുമായി വിജയകുമാർ ഡ്രം പാഡിലും സുനിൽലാൽ ചേർത്തല കീബോർഡിലും ഗംഗയ്ക്ക് പിന്തുണ നൽകി. ദേശീയ സരസ് മേളയുടെ സാംസ്കാരിക പരിപാടികളിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒന്നായി ഗംഗാ തരംഗം മാറി. സംഗീതത്തിന്റെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഫ്യൂഷൻ കച്ചേരി പ്രായഭേദമന്യേ ഏവരും ഏറ്റെടുത്തു. ഒന്നര മണിക്കൂറോളം സരസ്വേദിയെ സംഗീത സാന്ദ്രമാക്കിയ വിസ്മയ പ്രകടനത്തിനൊടുവിൽ ജനസാഗരത്തെ സാക്ഷിയാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഗംഗാ ശശിധരനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. 4-ാം വയസ്സ് മുതൽ വയലിൻ ലോകത്ത് സജീവമായ ഗംഗ വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ നിരവധി വേദികളിൽ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ റഫീഖ് പട്ടേരിയുടെ പിതാവും പുത്രനും എന്ന നോവലിനെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ആസ്വാദനക്കുറിപ്പ് മത്സരത്തിലെ വിജയികൾക്ക് അനുമോദനവും സമ്മാന വിതരണവും തൃശൂരിൽ സംഘടിപ്പിക്കും. ജനുവരി 10 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 തൃശൂർ ഹൈറോഡിലുള്ള HNC പബ്ലിഷിംഗ് ഹൗസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. വിജയികൾക്കുള്ള അനുമോദന പത്രവും സമ്മാനവും HNC പബ്ലിഷിംഗ് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് വിതരണം ചെയ്യും. ചടങ്ങിൽ നോവലിസ്റ്റ് റഫീഖ് പട്ടേരി അധ്യക്ഷത വഹിക്കും. മുജീബ് കെ പട്ടേൽ, ജിഗീഷ് തൃശൂർ, ഷെബീർ കല്ലൂർ, മണികണ്ഠൻ എടക്കളത്തൂർ, യൂനുസ് കൊച്ചന്നൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം മണിനാഥം 2026 എന്ന പേരിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കും. യുവജനക്ഷേമ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്ത യൂത്ത്, യുവ, അവളിടം ക്ലബ്ബ് ടീമുകൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. 18 മുതൽ 40 വയസ്സ് വരെയാണ് പങ്കെടുക്കാനുള്ള പ്രായപരിധി. ഓരോ ടീമിലും പരമാവധി 10 അംഗങ്ങൾ ഉണ്ടാകും. 10 മിനിറ്റാണ് സമയം. ജില്ലാ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് യഥാക്രമം 25,000, 10,000, 5,000 രൂപ വീതം സമ്മാനത്തുക ലഭിക്കും. ജില്ലയിൽ 1-ാം സ്ഥാനം നേടുന്ന ടീമുകൾക്ക് തൃശൂർ ചാലക്കുടിയിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാം. സംസ്ഥാന മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് യഥാക്രമം 1,75,000, 50,000 രൂപ വീതമാണ് സമ്മാനത്തുക ലഭിക്കുക. പങ്കെടുക്കാൻ താൽപര്യമുള്ള ടീമുകൾ ജനുവരി 24 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷ സമർപ്പിക്കണം. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ജില്ലാ യുവജന കേന്ദ്രം, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, PO മലപ്പുറം 676519 എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 0483 29 60 700 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. 1-ാം വാർഡ് മെമ്പർ കെ ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ AK ടോണി വിഷയാവതരണം നടത്തി. മെമ്പർമാരായ NK കബീർ, പ്രഭിത ബാലകൃഷ്ണൻ, KV മണികണ്ഠൻ, ആനി ടീച്ചർ, ഷീജ ആനന്ദൻ, ഷാജി വർഗീസ്, TA ആഷിഖ്, PA നീതു, MB വിജീഷ്, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ K സുഷി എന്നിവർ സംസാരിച്ചു.
കുഷ്ഠരോഗവും അതുപോലെ തന്നെ TB എല്ലാം തന്നെ പകരുന്ന അസുഖങ്ങളെല്ലാം നമ്മൾ വളരെ കാലമായി ഇതിൻ്റെ പ്രതിരോധ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ജനങ്ങളിലേക്ക് അതിനെ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ ആ രോഗത്തെക്കുറിച്ച് അറിയാനോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ നമുക്കറിയാം എല്ലാ വീടുകളിലും എല്ലാ മാസം തോറും കയറി ഇറങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് നേരിട്ടറിയാൻ മെമ്പർമാരെക്കാളും സാധ്യത കൂടുതലുള്ള ആളുകളാണ് ആശാവർക്കർമാർ. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിർണ്ണയിക്കാനും അതുപോലെയുള്ള പരിപാടികൾക്കെല്ലാം എല്ലാ മെമ്പർമാരുടെയും സഹായങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ ഉണ്ണീശോ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. പന്നിശ്ശേരി തലക്കോട്ടൂർ വിൻസെന്റിന്റെ വസതിയിൽ നടന്ന വാർഷികാഘോഷം മറ്റം സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KP ജോസഫ് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി അജിത സ്റ്റാൻലി വാർഷിക റിപ്പോർട്ടും ട്രഷറർ TC ജോബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഇടവക സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഇടവക ട്രസ്റ്റി CT സ്മാർട്ടക്സ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി അംഗം CO ജെയ്സൺ, സിസ്റ്റർ ഷാലി മരിയ, കുടുംബ കൂട്ടായ്മ മുൻ പ്രസിഡന്റ് PT ജോഷി, TL വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ TF ജോൺ രാജ്, മിനി ഗ്രിഗറി, വിൽസി വിപിൻദാസ്, ടോബിൻ തോമസ് എന്നിവർ വാർഷികത്തിന് നേതൃത്വം നൽകി. കുടുംബ കൂട്ടായ്മ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അവാർഡ് ദാനവും അരങ്ങേറി. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരപത്ത് ആഘോഷത്തിന്റെ കൊടിയേറ്റും പറപുറപ്പാടും നടന്നു. ജനുവരി 24-ാം തീയതി ശനിയാഴ്ചയാണ് മകരപത്ത് ആഘോഷം. വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം ഊരാളന്മാർ, തട്ടകവാസികൾ, പൂരത്തിലെ പങ്കാളികളായ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ ചേർന്ന് കൊടിയേറ്റം നടത്തി. തുടർന്ന് പറയെടുപ്പ് നടന്നു. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയും മേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരിയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ കൊട്ടിലിങ്ങൽ ബാലകൃഷ്ണൻ നമ്പ്യാർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വെളുങ്ങാട്ട് ശിവശങ്കരൻ, സെക്രട്ടറി കക്കാട് ഗോവിന്ദൻകുട്ടി, ട്രഷറർ ശിവരാമൻ നായർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 ക്ഷേത്രത്തിൽ പറയെടുപ്പ് ആരംഭിക്കും. പറ പുറപ്പാടിനോടനുബന്ധിച്ച് കലാമണ്ഡലം വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ തായമ്പക നടന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മലബാറിലെ സുവിശേഷ കവാടം എന്നറിയപ്പെടുന്ന 1907 സ്ഥാപിതമായ ചാലിശ്ശേരി മാർത്തോമ ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ നടത്തി. ഒരു നൂറ്റാണ്ടിലധികം പഴക്കവും ചരിത്ര പ്രാധാന്യവുമുള്ള ദേവാലയം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പഴമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് ഇടവക കൊയർ അംഗങ്ങളുടെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൂദാശകർമ്മം സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. സഭയിലെ വന്ധ്യ വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. കൂദാശ ശുശ്രൂഷകൾക്കു ശേഷം നടന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർ ആനി വിനു ആശംസകൾ നേർന്ന് സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് ഇടവക വികാരി ഫാദർ സുനു ബേബി കോശി, വൈസ് പ്രസിഡന്റ് സണ്ണി സിയു, സെക്രട്ടറി ജസ്റ്റിൻ P സോണി, ട്രസ്റ്റി സുമ വിൽസൺ, ജോയിന്റ് ട്രസ്റ്റിയും കൺസ്ട്രക്ഷൻ ഫിനാൻസ് കൺവീനറുമായ PV മണിബോയ്, കൺസ്ട്രക്ഷൻ കൺവീനർ PV ജോയ് എന്നിവർ നേതൃത്വം നൽകി. ജപ്പാൻ ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷൻ ഇന്ത്യയുടെയും ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാഷണൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ലയൺസ് ക്ലബ് ഹാളിൽ 10-ാം തീയതി ശനിയാഴ്ച നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സെൻസായ് PK സുനിൽ ഉദ്ഘാടനം ചെയ്യും. ഹാൻഷി KV രവി ചടങ്ങിൽ അധ്യക്ഷനാകും. സെൻസായ് ഷാജിലി ചെറുവത്തൂർ, കുന്നംകുളം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ ജോസ് മാളിയേക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കും. ആയോധന കലാരംഗത്ത് 40 വർഷം പിന്നിട്ട ഗുരുവര്യന്മാരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സെൻസായ് ഷാജിലി ചെറുവത്തൂർ, സെൻസായ് PK സുനിൽ, സെൻസായ് ആഷ്ലി C ഷാജിലി എന്നിവർ പങ്കെടുത്തു.
കണ്ടാണശ്ശേരി മാക്സ് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമാദരണ സദസ്സും സംഗീതരാവും നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് മാക് ഹാളിൽ നടന്ന സമാദരണ ചടങ്ങ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാക് സംഗീത കൂട്ടായ്മ പ്രസിഡന്റ് സത്യാനന്ദ് കെ ശങ്കർ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരവും മാക് രക്ഷാധികാരിയുമായ ശിവജി ഗുരുവായൂർ, മാക് കോർഡിനേറ്റർ ജവഹർ വെട്ടത്ത്, സെക്രട്ടറി അജയ് ഘോഷ്, വൈസ് പ്രസിഡന്റ് ഹരി പൂങ്കുന്നം, മാക് അംഗം കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാക് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന പുതിയ ജനപ്രതിനിധികളായ MP സജീബ്, VK ദാസൻ, KT മനോജ്, സൗമ്യാധനൻ, പ്രമിത സജീവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലോത്സവങ്ങളിൽ മികവ് പുലർത്തിയ മാക് കുടുംബാംഗങ്ങളായ നവനീത് സത്യൻ, രുദ്രാരഞ്ജു, നൈവ ലിമിൻ, KS അദ്വൈത്, റായിഷ റഫീഖ്, അനാമിക പ്രസാദ്, ഇവാൻ ലിമിൻ എന്നിവരെ അനുമോദിച്ചു. അനുമോദനം ഏറ്റുവാങ്ങിയ കുട്ടികളുടെ കലാപരിപാടികളെ തുടർന്ന് പിന്നണി ഗായകരായ എടപ്പാൾ വിശ്വനാഥൻ, മനീഷ എന്നിവർ നയിച്ച ഗാനമേളയുണ്ടായി. സമഗ്ര കേരളയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കിടപ്പ് രോഗികൾക്കുമായി ബെഡ്സ് ഓഫ് ഫരിഷ്ഠ ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ഗുരുവായൂർ ഹോം സ്റ്റേയിൽ വെച്ച് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ നിർവഹിച്ചു. ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ചാവക്കാട് BRC BPC സംഗീത MT, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ബഷീർ പൂക്കോട്, ഗുരുവായൂർ ഹോം മാനേജർ ഷാജൻ PT എന്നിവർ സംസാരിച്ചു. ചാവക്കാട് BRC പരിധിയിലുള്ള വിവിധ സ്കൂളിലെ കുട്ടികൾ, രക്ഷിതാക്കൾ, BRC ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കുന്നംകുളം സെന്റർ കൺവെൻഷൻ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 5:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടക്കും. പാലക്കാട് റീജിയൻ മിനിസ്റ്റർ പാസ്റ്റർ OP ബാബു സമർപ്പണ പ്രാർത്ഥന നടത്തും. പാസ്റ്റർമാരായ സജോ തോണിക്കുഴിയിൽ, അനിൽ കൊടിത്തോട്ടം, ദാനിയേൽ വില്യംസ്, റോയ് ചെറിയാൻ, KV ഷാജു എന്നിവർ പ്രസംഗിക്കും. കുന്നംകുളം ഷാരോൺ ചർച്ചിൽ വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ യോഗങ്ങളും ഞായറാഴ്ച പൊതുസഭായോഗം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും നടക്കും. സെന്റർ കൊയറിന്റെ സംഗീതവും ഉണ്ടാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാണശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും അലമാരയും നൽകി. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂൾ ലൈബ്രറിയിലേക്കാണ് പുസ്തകങ്ങളും അലമാരയും വിതരണം ചെയ്തത്. പുസ്തകങ്ങളും അലമാരയും ഉപയോഗിച്ച് സ്കൂളിൽ റീഡിംഗ് കോർണറും സ്ഥാപിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് C നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് അംഗം VK ദാസൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ലില്ലി ടീച്ചർ, കൺവീനർ VV ദേവയാനി ടീച്ചർ, പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് ട്രഷറർ CO ലൂസി, ജയശ്രീ ടീച്ചർ, MPTA പ്രസിഡന്റ് രാഖി സനീഷ്, സ്കൂൾ ലീഡർ അദ്രിക എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് മധുര വിതരണവും നടത്തി. ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ കീഴിൽ ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബ് ഊട്ടിയിൽ നടത്തിയ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് എക്സാമിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഡ്രാഗൺ കരാട്ടെ ക്ലബ് ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് മെമ്പർമാരായ TA ആയിഷ, അബ്ദുൾ സലീം കുന്നമ്പത്ത് എന്നിവർ മുഖ്യാതിഥികളായി. സുരേന്ദ്രൻ മരക്കാർ, സെൻസൈ നമീർ, തിരൂർ ഡോജോ ഇൻസ്ട്രക്ടർ സെൻസൈ ജലീൽ, ബാദുഷ ഹുസൈൻ, ഷാരിഖ്, ഷദീന സാലിഖ്, റംഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. സെൻസൈ ഫെമിന ഫാറൂഖ് സ്വാഗതവും സെൻസൈ അമീൻ രാജ് നന്ദിയും പറഞ്ഞു. സിനിമാ സംഗീത ലോകത്ത് സവിശേഷ ശൈലിയിലൂടെ സ്വന്തമായൊരു വഴി വെട്ടിത്തുറന്ന് 40 വർഷം പൂർത്തിയാക്കിയ സംഗീത സംവിധായകൻ മോഹൻ സിത്താരയ്ക്ക് ജന്മനാട്ടിൽ ആദരം. മേഖലയിലെ സംഭാവനകളെ മുൻനിർത്തിയാണ് വിദ്യാരക്ഷിത് 2026 പുരസ്കാരത്തിന് മോഹൻ സിത്താര അർഹനായത്. വിദ്യാവിഹാർ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ജനുവരി 10 ശനിയാഴ്ച
സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനപ്പുള്ളിയുടെ അധ്യക്ഷതയിൽ ട്രസ്റ്റ് ചെയർമാൻ KV മോഹനകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കും. ചടങ്ങിൽ സിനിമാ സംവിധായകൻ ദേവരാജൻ മൂക്കോല, ക്ലബ് FM RJ സിംല മേനോൻ, സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ, കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ KB സുരേഷ്, സിനിമാ താരം ബിജേഷ് അവണൂർ, മാധ്യമപ്രവർത്തകൻ രാജേഷ് മേനോൻ, സംഗീത സംവിധായകനായ ബിനോയ് S പ്രസാദ്, ഗായകൻ സനോജ് പെരുവല്ലൂർ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് സംഘാടകരായ സ്കൂൾ പ്രിൻസിപ്പാൾ ഉഷ നന്ദകുമാർ, അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, ജതിൻ അശോകൻ എന്നിവർ അറിയിച്ചു. ജാർഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ റിതമിക് യോഗയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഹൃഷികേശിനെ കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ ഉപഹാരം നൽകി അനുമോദിച്ചു. കാട്ടകമ്പാൽ നടുമുറി പന്തായിൽ രൂപേഷ് രജിത ദമ്പതികളുടെ മകനായ ഹൃഷികേശ് പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് യോഗ പരിശീലന കേന്ദ്രത്തിലെ പരിശീലകയാണ് മാതാവ് രജിത. സഹോദരിയായ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി രുഷ്മിത പാലക്കാട് മേഴ്സി കോളേജിലെ കബഡി ടീം അംഗവുമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 12,785 രൂപ, പവന് 1,02,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം കാട്ടകമ്പാൽ രാമപുരം സംഗീത നഗറിൽ മാക്കടത്ത് കേശവൻ നായർ എന്ന കുഞ്ഞുകുട്ടൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. രാധ ഭാര്യയും പ്രസാദ്, പ്രമോദ് കുമാർ, പ്രജിത എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. പെങ്ങാമുക്ക് കരിച്ചാൽ പരേതനായ നമ്പിയത്തിയിൽ മാമു ഭാര്യ ഖദീജ നിര്യാതയായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം ചമ്മന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. അബ്ദുൾ റഹീം, സുലൈഖ, സലീന, ഫൈസൽ, നൌഷജ, ഷമീമ എന്നിവർ മക്കളാണ്. കുന്നംകുളം കൂത്തൂർ വെള്ളാട്ടുകര വീട്ടിൽ ജോർജ് സെബാസ്റ്റ്യന്റെ ഭാര്യ റീബ ജോർജ് നിര്യാതയായി. 61 വയസ്സായിരുന്നു. കുന്നംകുളം കാക്കശ്ശേരി വീട്ടിൽ പരേതനായ KC മാത്യുവിന്റെയും തങ്കം മാത്യുവിന്റെയും മകളാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് ആർത്താറ്റ് മാർത്തോമാ സിറിയൻ പള്ളിയിൽ നടക്കും. സെബാസ്റ്റ്യൻ, അന്ന മേരി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയം. അമ്മ 30 വയസ്സുള്ള ശില്പ, മകൻ 5 വയസ്സുള്ള അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കുന്നംകുളം റിംഗ് റോഡ് വികസനം സാമൂഹ്യാഘാത പഠനത്തിന്റെ പൊതുവാദം കേൾക്കൽ പൂർത്തിയായി. ഗതാഗത കുരുക്കിന് പരിഹാരമാകാൻ 72 കോടിയുടെ പദ്ധതി. കുന്നംകുളം നഗരത്തിന്റെ പൈതൃക ആഘോഷമായി പിണ്ടിപ്പെരുന്നാളിന് വർണ്ണാഭമായ പരിസമാപ്തി. ആഘോഷങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ MJD സ്കൂൾ അങ്കണത്തിൽ ചവിട്ടുനാടകം അരങ്ങേറി. കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് ഠാക്കൂറും സംഘവും വേലൂരിൽ. കർഷക പുരസ്കാര ജേതാവ് ദിലീപ് കുമാറിന്റെ കൃഷിയിടം സന്ദർശിച്ചു. ഇത്തരം കൃഷി രീതികൾ ബീഹാറിലും സാർവത്രികമാക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് കേന്ദ്രമന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.